ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് പോവാണ്. ഒരു ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യണം, ആദ്യമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, ഒരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ എന്തെല്ലാം അനാലിസിസുകൾ ചെയ്യാം, എങ്ങനെ ഒരു എൻട്രി പോയിന്റും ഒരു സ്റ്റോപ്പ് ലോസും ഒരു ടാർഗറ്റും സെറ്റ് ചെയ്യാം, ഒരു സ്റ്റോക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോൾ എന്തെല്ലാം ചെയ്തിട്ടാണ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. ട്രേഡ് ടോക്സിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന കംപ്ലീറ്റ് വീഡിയോ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം. ഈ ഒരു വീഡിയോ സീരീസിൻ്റെ എല്ലാ വീഡിയോസും ഞാനിവിടെ ഐ ബട്ടണിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ടെക്നിക്കൽ അനാലിസിസിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോസ് കണ്ടു തീർത്തതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ട്രേഡ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കിട്ടും, അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ട്രേഡ് ചെയ്ത് ഒന്നിച്ച് വളരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളതാണ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഇതിനുശേഷം നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും ലോങ് ടൈം ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് സംസാരിക്കാം. സോ ഉറപ്പായിട്ടും എങ്ങനെ നമ്മൾ നല്ലൊരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യും, ഇതിന് നമ്മൾ പല മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ മണി കൺട്രോളിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിൽ 3, 4, 5 സ്റ്റോക്സ് ഒരാൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്ത് ആ 5 സ്റ്റോക്കുകളിൽ മാത്രം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. രണ്ടാമത്, മ്യൂച്വൽ ഫണ്ടുകൾ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ആ സ്റ്റോക്കുകളിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അപ് ട്രെൻഡ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രാഡേക്ക് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ആദ്യത്തെ 10 സ്റ്റോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുക, അതിൽ ടെക്നിക്കൽ അനാലിസിസുകൾ അപ്ലൈ ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇൻട്രാഡേക്ക് കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞ് സെക്കൻഡ് പ്രോസസ്സിൽ ഈ ഐഡൻറ്റിഫൈ ചെയ്ത സ്റ്റോക്സിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലോങ് ടൈം ചാർട്ട് നോക്കുക, അതിൻ്റെ മാർക്കറ്റ് സ്റ്റേജസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ എന്താണ് മാർക്കറ്റ് സ്റ്റേജസ് എന്ന് അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ ഇടുന്നുണ്ട്, ആ വീഡിയോ നിങ്ങൾ കണ്ടു തീർക്കുക. അപ്പോൾ നമ്മൾ മാർക്കറ്റ് സ്റ്റേജ് ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ മാർക്കറ്റ് സ്റ്റേജിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. മാർക്കറ്റ് സ്റ്റേജ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ അതിനകത്ത് ട്രേഡ് സെറ്റപ്പുകൾ ഇടുക. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിന് പകരം ഒരു ലൈൻ ചാർട്ട് ഇടുക. ലൈൻ ചാർട്ടിൽ നമ്മൾ 1 അവറിലെ മേജർ റെസിസ്റ്റൻസും മേജർ സപ്പോർട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരച്ചിടുക. ഇതിനുശേഷം നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ലൈൻ ചാർട്ട് തന്നെ 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, 50 മിനിറ്റ്സിൻ്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസുകളും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈനുകളും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതിനുശേഷം നിങ്ങൾ ഇതേ ചാർട്ടിനെ നേരെ ക്യാൻഡിൽ സ്റ്റിക്സിലോട്ട് കൺവേർട്ട് ചെയ്ത് ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും നല്ല പാറ്റേൺസോ എന്തെങ്കിലും ട്രയാങ്കിൾസോ എന്തെങ്കിലും ഡബിൾ ടോപ്പ് ഡബിൾ ബോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിന് കൂടെ തന്നെ നിങ്ങൾക്ക് RSI കൂടി ആഡ് ചെയ്ത് RSI ഡൈവർജൻസ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫോർമേഷൻസ്, റിവേഴ്സൽ കൺഫോർമേഷൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഫേസ് എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പാറ്റേൺസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നു. സോ പാറ്റേൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇല്ലേ, ആ സ്റ്റോക്കിൽ പാറ്റേൺസ് ഇല്ലേ, ഇതേ പ്രോസസ്സ് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെ ഏത് ദിവസമാണ് ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു പാറ്റേണിൽ മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മറ്റുള്ളൊരു കാര്യം, നമ്മളൊരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യാൻ ഇരിക്കുന്നതെങ്കിൽ ഇനി നമ്മുടെ തല പോയാൽ പോലും നമ്മൾ ആ റൂൾസ് വ്യതിചലിക്കാൻ പാടില്ല. കൃത്യമായിട്ടുള്ള ടാർഗറ്റും കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും വെച്ച് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എല്ലാ ട്രേഡുകളും, ഇപ്പോൾ നമ്മൾ 3 ട്രേഡ് നമ്മൾ അന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ 3 ട്രേഡിലും നമ്മൾ ഈക്വൽ എമൗണ്ട് ട്രേഡ് ചെയ്യുക. ഒരു സ്റ്റോക്ക് 500 രൂപയുടെയും ഒരു സ്റ്റോക്ക് 100 രൂപയുടെ ആണെങ്കിൽ ക്വാണ്ടിറ്റി ഈക്വൽ ആക്കാതിരിക്കുക, മറിച്ചോ നമ്മൾ ചെയ്യുന്ന ക്യാപിറ്റൽ ഈക്വൽ ആക്കുക. 5000 രൂപ തന്നെ 500 രൂപയുടെ സ്റ്റോക്ക് വാങ്ങാനും ഉപയോഗിക്കുക, 5000 രൂപ തന്നെ 100 രൂപയുടെ സ്റ്റോക്ക് വാങ്ങാനും ഉപയോഗിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്, നമുക്കൊരു പാറ്റേൺ കിട്ടി, പക്ഷേ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ പറയുന്ന നമ്മുടെ ക്യാപിറ്റലിൻ്റെ 2%-നേക്കാൾ കൂടുതലൊക്കെ വരുന്നുണ്ടെങ്കിൽ
പ്ലീസ് അവോയ്ഡ് ദാറ്റ് സ്റ്റോക്ക്. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്പുകൾ നിങ്ങൾ എഴുതി വെക്കുക, അത് ഫോളോ ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് തന്ന് ഇതിൻ്റെ 2, 3, 4 എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ കൂടി നിങ്ങൾക്ക് കിട്ടും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒരു സ്റ്റോക്കിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്ത് അതെങ്ങനെ ചാർട്ടിൽ അനാലിസിസ് ചെയ്ത് അതിലെങ്ങനെ ലൈവ് ട്രേഡ് ചെയ്യാം എന്ന് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്യാം എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂയിലോട്ടൊക്കെ പോവാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ചൂസ് ചെയ്യാനായിട്ട് സ്ഥിരമായിട്ട് മണി കൺട്രോൾ വെബ്സൈറ്റ്, നമ്മൾ ആദ്യമേ പഴയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത മണി കൺട്രോൾ വെബ്സൈറ്റിലോട്ട് പോവുകയാണ് ചെയ്യുക. അതിനുശേഷം അവിടെ ഇൻട്രാഡേയിൽ മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതെല്ലാം ആണെന്ന് നോക്കും. നിങ്ങൾക്കിവിടെ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റോക്കുകൾ ഇവിടെ കാണാൻ പറ്റും. കൂടുതൽ ലിസ്റ്റ് വേണമെങ്കിൽ സി മോർ ആക്റ്റീവ് എന്ന് എടുത്താൽ മതി. സോ നിങ്ങൾക്ക് അത് ഇവിടെ എടുക്കാൻ സാധിക്കുന്നതാണ്. കണ്ടോ, സി ഓൾ മോസ്റ്റ് ആക്റ്റീവ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇത് നമുക്കൊരു 9 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ 15 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ICICI ബാങ്കാണ്. ഇന്ന് ഓൾറെഡി മാർക്കറ്റ് കഴിഞ്ഞു, അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ICICI ബാങ്കിൻ്റെ ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. സോ എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മൾ നേരെ ട്രേഡിംഗ് വ്യൂയിലോട്ട് പോകുന്നു. ഇവിടെ നമ്മൾ ICICI ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, NSE ആണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ചാർട്ട് എടുത്തു. ഈ ചാർട്ടിൻ്റെ അകത്ത് നമ്മൾ ഡേ ക്യാൻഡിലോട്ട് മാറ്റാം. ഡേ ക്യാൻഡിലോട്ട് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവറോൾ വ്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിലാണ്. നമ്മൾ ക്യാൻഡിലിന് പകരം നമ്മൾ എന്താക്കുന്നു, ലൈൻ ചാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസുകളും മേജർ ആയിട്ടുള്ള സപ്പോർട്ടുകളും വരയ്ക്കുന്നു. സോ ഇവിടെ ഒരു റിവേഴ്സൽ കാണുന്നുണ്ട്, കണ്ട, ഇവിടെ ഒരു റിവേഴ്സൽ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് വരയ്ക്കാം. അതിൻ്റെ താഴത്ത് നമുക്ക് ഇതാണ് അടുത്ത ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ 2 സപ്പോർട്ട് പോയിന്റുകൾ നമ്മൾ ഓൾറെഡി വരച്ചു. ഇനി നമ്മൾ മുകളിൽ ഒരു വ്യൂവിൽ നമുക്കൊരു എന്ത് വരയ്ക്കാം, ഒരു റെസിസ്റ്റൻസ് പോയിന്റ് കൂടി വരയ്ക്കാം. അപ്പോൾ എവിടെയൊക്കെ റിവേഴ്സലായോ അതെല്ലാം റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വരച്ചു. ഇത് നേരെ അതിൻ്റെ എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. ക്യാൻഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലൈനൊക്കെ നമുക്ക് കറക്റ്റ് ആ ക്യാൻഡിലിൻ്റെ അറ്റത്തോട്ട് കയറ്റി വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. സോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ എന്തായാലും ട്രേഡ് ചെയ്യുന്നത് ഡേ ക്യാൻഡിലല്ലല്ലോ, നമ്മൾ ഇൻട്രാഡേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പാറ്റേൺ എന്താണ്, മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ അല്ലെ. ഈ ഒരു ലോയും കൂട്ടി കണക്ട് ചെയ്ത് വരച്ചാൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം എന്താണ്, മാർക്കറ്റ് ഒത്തിരി മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ ഒരു ക്രൂഷ്യൽ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഈ ഒരു ലെവലിന് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ലെവൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നീട് ഇങ്ങനെ ചെറുതാക്കി നോക്കുമ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ട്രേഡ് ചെയ്യാനായിട്ടുള്ള വലിയ വലിയ റീസൺസ് ഒന്നും ഈ ഒരു സ്റ്റോക്കിൽ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കിട്ടില്ല. ബട്ട് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈ ഒരു പോയിന്റ് നമുക്കറിയാം, ഈ ഒരു പോയിന്റ് ഓൾ ടൈം ഹൈ ആയിരുന്നു. ഈ ഒരു പോയിന്റ് ഓൾ ടൈം ഹൈ ആയിരുന്നു. കാരണം ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന എവിടെയാണ്, ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്നല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു റിജക്ഷൻ, റൈറ്റ്, ശരിയാണല്ലോ, ഓൾ ടൈം ഹൈയിൽ നിന്ന് റിജക്ഷൻ, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് മുകളിലോട്ട് ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾ ടൈം ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓൾ ടൈം ഹൈയിൽ RSI എവിടെയാണ് നിൽക്കുന്നതെന്ന് ബിഗിനേഴ്സിന് ചെക്ക് ചെയ്യാം. ഞാനൊക്കെ RSI അധികം ചെക്ക് ചെയ്യാറില്ല, കാരണം അല്ലാതെ തന്നെ അതർ ട്രേഡിംഗ് മെത്തേഡ്സ് നമുക്കുണ്ട്. ഇനിഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ RSI വെച്ച് നിങ്ങൾക്കത് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നത്. RSI നോക്കുമ്പോൾ നമ്മൾ പഠിച്ച RSI ഡൈവർജൻസ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ RSI ഡൈവർജൻസ് നോക്കൂ, ഇവിടെ RSI താഴത്തോട്ടാണ് വരുന്നത്, റൈറ്റ്, ശരിയാണോ? ബട്ട് ഇവിടെ എന്താ, മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ടാണ് പോയത്. അപ്പം അവിടെ ഒരു RSI ഡൈവർജൻസ് കൃത്യമായിട്ട് കാണിച്ചിരുന്നു. ബട്ട് RSI ഡൈവർജൻസ് ഇവിടെ വെച്ച് ഫെയിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, താഴത്തോട്ടുള്ള മൂവ്മെന്റ് വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഒരു പൊസിഷണൽ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചൊരു ബൈ എൻട്രി എടുത്താൽ ഈ ലെവലിനെ SL ആയിട്ട് കീപ്പ് ചെയ്യാം. ബട്ട് നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സ് അല്ലേ, നമുക്ക് അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 ഡേ ക്യാൻഡിൽ മാറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലോട്ട് കളി മാറ്റാം. 5 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുമ്പോൾ ഇനി നെക്സ്റ്റ് ഡേ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേയിൽ എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ഈ പറയുന്ന ഹൈക്ക് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഇതാണല്ലോ ഇന്നത്തെ ഡേ ഹൈ, ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ഡേ ഹൈ നെക്സ്റ്റ് ഡേ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ഈ ഒരു ലെവലിനെ ഈ ഒരു സിംഗ്ലോ ആയിട്ട് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു 20 പോയിന്റ് വലിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. അല്ല മാർക്കറ്റ് അടുത്ത ദിവസം ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് SL വയ്ക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം. ഈ രീതിയിലുള്ള ഡിസിഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ മുകളിലോട്ട് പോയിട്ട് ഇവിടെ നിന്ന് താഴത്തോട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റിജക്റ്റ് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ ഹൈ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇവിടെ നിന്ന് തിരിച്ചൊരു RSI ഡൈവർജൻറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൂടി മൂവിങ് ആവറേജ് ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഇതിന് കൂടെ തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളടുത്ത് പറഞ്ഞു തന്നൊരു സാധനമാണ് VWAP എന്ന് പറയുന്നത് അല്ലേ. VWAP കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. VWAP ആഡ് ചെയ്യുമ്പോഴത്തെ ഒരു പ്രത്യേകത VWAPന്റെ സെൻട്രൽ പോയിന്റ് എവിടെയാണെന്നുള്ളൊരു വ്യൂ കൂടി നമ്മൾ ഇൻട്രാഡേയിൽ നോക്കും. കണ്ടോ, കണ്ടിന്യൂസ്ലി ഇന്ന് മുകളിലോട്ടുള്ള ട്രെൻഡ് കിട്ടിയില്ല, VWAPന്റെ താഴെ തന്നെയാണ്. അപ്പോൾ അടുത്ത ദിവസം VWAP ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ കൺഫർമേഷനിൽ എന്ത് ചെയ്യാം? ബൈ ട്രേഡിലോട്ട് പോവാം എന്നുള്ളതാണ് ICICI ബാങ്കിൻ്റെ കാര്യത്തിൽ. ഇത് എല്ലാ സ്റ്റോക്കുകളിലും ഇതേ രീതിയിൽ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ VWAP എല്ലാം ഇട്ട് കൊടുത്ത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി ചില സ്റ്റോക്കുകളിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഒരു സ്റ്റോക്ക് കൂടി നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. നമ്മളെ രണ്ടാമത്തെ ആക്റ്റീവ് സ്റ്റോക്ക് ആയിട്ടുള്ള റിലയൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ റിലയൻസ് നമുക്ക് ചെക്ക് ചെയ്യാലോ. നമുക്ക് നേരെ ICICI ബാങ്ക് മാറ്റി റിലയൻസ് ഇടാം. റിലയൻസ് ഞാൻ ആഡ് ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് നമ്മൾ നോക്കുന്നത്. റിലയൻസ് നോക്കി നമ്മൾ നേരെ എന്ത് ചെയ്യുക? ഡേ ചാർട്ടിലോട്ട് പോവാം. ഡേ ചാർട്ടിൽ ലൈൻ ചാർട്ട് കീപ്പ് ചെയ്യുക. ഞാൻ ഇത് VWAP ഒക്കെ ഞാൻ മാച്ച് കളയുന്നുണ്ട്. നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമ്മൾ ലൈൻ ചാർട്ടിലോട്ട് പോയി. ലൈൻ ചാർട്ടിൽ നമുക്ക് മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസുകളും മേജർ ആയിട്ടുള്ള സപ്പോർട്ടുകളും വരയ്ക്കാം. ഇവിടെ ഒരു റിവേഴ്സൽ പോയിന്റ് ഉണ്ടല്ലോ. യെസ്, അതൊരു അടിപൊളി റിവേഴ്സൽ പോയിന്റ് ആണ്. ഇവിടെയാണ് പിന്നെ നല്ലൊരു റിവേഴ്സൽ പോയിന്റ് ഉള്ളത്. ആഫ്റ്റർ ദാറ്റ് ഇവിടെ ലോയില് നല്ലൊരു റിവേഴ്സൽ പോയിന്റ് ഉണ്ട്. കേട്ടോ, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴത്ത് ഒരു റിവേഴ്സൽ പോയിന്റ് കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ റിവേഴ്സൽ പോയിന്റ്സും റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഡേ ക്യാൻഡിൽ ഒരു പ്രോപ്പർ സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് മാർക്കറ്റ് തരുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ സൈഡ് വൈസ് മൂവ്മെന്റിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് മാർക്കറ്റ്. പക്ഷേ ഇൻട്രാഡേയിൽ ഡേ ചാർട്ടിലാണത്. നമുക്ക് നേരെ 50 മിനിറ്റ്സിലോട്ട് മാറ്റി ക്യാൻഡിലോട്ട് മാറ്റുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്തെങ്കിലും ട്രെൻഡ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. സോ ഇവിടെ ഒരു പ്രോപ്പർ ട്രെൻഡ് ലൈൻ ഫീൽ ഉണ്ട് അല്ലേ. നോക്കൂ, രണ്ട് സിംഗ് ലോസ് ഉണ്ടല്ലോ. ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ട്, ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ട്. ഈ രണ്ട് സിംഗ് ലോസിനെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. ഈ രണ്ട് സിംഗ് ലോനെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങോട്ടേക്ക് ഒരു സപ്പോർട്ടിന് സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു പ്രാവശ്യം മോളിൽ പോയി, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും മോളിൽ പോയി. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവിടെ ഓൾറെഡി വേറൊരു സപ്പോർട്ട് സോണും കൂടി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? VWAPും RSIയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. RSI ഓൾറെഡി 30 താഴെയാണ്. RSI ഓൾറെഡി 30 താഴെയാണ്. അങ്ങനെയാണെങ്കിൽ RSI കുറച്ച് നേരം കൂടി ആ ലെവലിൽ വരികയാണെങ്കിൽ, അതിനു മുമ്പ് 2 പ്രാവശ്യം ഈ ലെവലിൽ സപ്പോർട്ട് എടുത്തപ്പോഴും RSI എന്തായിരുന്നു? 30 താഴെയായിരുന്നു. കണ്ടോ, ഇവിടെ എത്ര RSI ലോ ആയിരുന്നു. അപ്പോൾ RSI വീണ്ടും താഴെ ഈ ലെവലിൽ വരികയാണെങ്കിൽ അവിടെ ഒരു RSI ഡൈവർജൻസ് വ്യൂ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഈ മാർക്കറ്റ് ഏകദേശം ഈ ലെവലിൽ എത്താനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു വ്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? താഴത്തോട്ട് സെല്ല് ചെയ്യാതെ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തി ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈ എൻട്രി എടുക്കുകയും ഈ ലെവലിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം. ഓക്കെ, തൊട്ട് മുമ്പുണ്ടായിരുന്ന സപ്പോർട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം. അല്ല, നാളെ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിൽ ഈ ലൈനിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ഈ പോയിന്റിനെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും ഈ പോയിന്റിനെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും നമുക്ക് കീപ്പ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഒരു ലൈനിനെ അത് ബ്രേക്ക് ചെയ്യുകയാണോ അവിടുന്ന് സപ്പോർട്ട് എടുക്കുകയാണോ എന്നുള്ള വ്യൂ വെച്ചിട്ട് വേണം നമ്മൾ ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നുള്ളൊരു വ്യൂലോട്ട് ചെയ്യാം. നമുക്ക് VWAP കൂടി ഒന്ന് ഓണാക്കി നോക്കാം. VWAP എന്ത് വ്യൂ ആണ് തരുന്നത്? ഓൾറെഡി മാർക്കറ്റ് VWAPന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു വീക്കർ വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ വ്യൂ കറക്റ്റ് ആണ്. ഏകദേശം ഈ ഒരു ലെവലിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെയും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 10 സ്റ്റോക്ക് റെഗുലർ ആയിട്ട് മോണിറ്റർ ചെയ്താൽ വളരെ മികച്ച വ്യൂവും വളരെ മികച്ച ഇൻട്രാഡേ ട്രേഡും നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഞാൻ 2 വീഡിയോ എക്സാമ്പിൾ മാത്രം കാണിച്ചതാണ്. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 4-5 സ്റ്റോക്കുകളിൽ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ മികച്ച ബെനിഫിറ്റ്, വളരെ മികച്ച റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് വിത്തിൻ 1 മന്ത് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്ത് പരിശീലിക്കുന്ന
പാറ്റേൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ജസ്റ്റ് എൻ്റെ അടുത്ത് ചോദിക്കുക, ഇതൊക്കെ കറക്റ്റ് ആണോ? തുടക്കം നിങ്ങൾക്ക് തെറ്റ് പറ്റും, ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. ഉറപ്പായിട്ടും ഈ ഒരു ഫെസിലിറ്റി കൂടി നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയാണ് ഒരു സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ ഓർഡേഴ്സ്, ബ്രോക്കേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓർഡേഴ്സ്, എങ്ങനെ ഇൻട്രാഡേ ട്രേഡിൻ്റെ ഓർഡേഴ്സ്, സ്റ്റോപ്പ് ലോസ്, SLM ഓർഡേഴ്സൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും FIRSTOCKൽ ഇപ്പോൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോ സീരീസിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വളരെ ശക്തമായിട്ട് വീണ്ടും തിരിച്ചു വരാം. ഗുഡ് ബൈ.